നമ്മൾ എത്ര നവോത്ഥാനം പറഞ്ഞാലും എന്തെല്ലാം ന്യായാന്യായങ്ങൾ പറഞ്ഞാലും ജാതിയും മതവും ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്ന സത്യവുമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. ജാതി ഒരു വിഷയമാണ്, മതം ഒരു വിഷയമാണ്. ഇപ്പോഴും എത്രയോ ക്ഷേത്രങ്ങളിൽ എല്ലാ ഹിന്ദുമതത്തിലെ എല്ലാവരും കയറുന്നില്ല. അയിത്തമുണ്ട് പല ക്ഷേത്രങ്ങളിലും. ഞാൻ കൃത്യമായി ഏത് സമുദായം ഏത് ക്ഷേത്ര അയിത്തമെന്ന് എനിക്കറിയാം. ഞാനത് പറയുന്നില്ല ചാനലിലൂടെ. അങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. പുതിയ കുട്ടികളോട് പോലും പറഞ്ഞു പഠിപ്പിക്കുന്നത് ആ ക്ഷേത്രത്തിൽ പോകരുത്, അത് നമ്മുടെ കുടുംബക്ഷേത്രം എന്നുള്ള അർത്ഥത്തിൽ പോകരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൻ്റെ അല്ല, അതല്ല, ആ ദൈവത്തിൻ്റെ അവരുടെ ക്ഷേത്രത്തിൽ നമ്മൾ പോകരുത് എന്ന് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു സമൂഹം കൂടിയാണ് കേരളം. അത് പിന്നെ ഞാനത് ഏത് ക്ഷേത്രം ഏത് സമുദായം എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അത് അവർക്കൊരു ഹർട്ടാവും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല, എനിക്കറിയാം. അപ്പം അങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആളുകളുടെ നിറം വച്ച് നോക്കി നമ്മൾ ചില ബഹളങ്ങളൊക്കെ കാണിക്കും. വെളുത്തവരാണെങ്കിൽ കുറച്ചുകൂടെ ഒരു താല്പര്യം, അതൊക്കെ ഉണ്ട് ഇവിടെ. കറുത്തവരോടൊരു താല്പര്യക്കുറവൊക്കെ ഉണ്ട്. പിന്നെ ജാതിപരമായ വിവേചനം വളരെ വലിയ തോതിൽ കേരളത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വളരെ കൃത്യമാണ്, വളരെ കൃത്യമാണ്. അപ്പോൾ ഞാൻ ഒരു ഒരു എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങൾ പറയുമ്പോൾ ഈ വീഡിയോ അവരൊക്കെ കാണുകയാണെങ്കിൽ പിന്നെ അത് മറ്റു തരത്തിലേക്ക് പോകും. അല്ലെങ്കിൽ അത് പിന്നെ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാത്തത്. കാരണം എനിക്കും വ്യക്തിപരമായി ചില അനുഭവങ്ങളുണ്ട് ഇതുമായി സർവീസ് രംഗത്താകട്ടെ, അതുപോലെ തന്നെ ഓഫീസ് മീൻസ് ഗവൺമെൻറ്റിൽ പ്രവർത്തിക്കുമ്പോഴാകട്ടെ, പുറത്താവട്ടെ, പഠിക്കുമ്പോഴാകട്ടെ, പൊതുസമൂഹത്തിൽ നിന്നാകട്ടെ, അങ്ങനെ ചില ജാതിപരമായ അവഹേളനങ്ങൾ ഉണ്ട്. അത് സംശയത്തിൻ്റെ പുറത്താണ് വന്നിട്ടുള്ളത്, അല്ലാതെ യാഥാർത്ഥ്യവുമായി അതിന് ബന്ധവുമില്ല. അത് പോട്ടെ, അത് മറ്റൊരു വിഷയം. ഞാനിവിടെ പറയാൻ വന്ന വിഷയം അതല്ല. തിരുവനന്തപുരം കട്ടേല എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു റെസിഡൻഷ്യൽ സ്കൂളുണ്ട്. അത് ട്രൈബൽ റെസിഡൻഷ്യൽ സ്കൂളാണ്. ആ സ്കൂളിൽ ഞാനും നിരവധി തവണ പോയിട്ടുണ്ട്. മനോഹരമായൊരു സ്കൂളാണ്. ആ സ്കൂളിൽ കഴിഞ്ഞ ദിവസം മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ അവിടെ വി മുരളീധരൻ BJPയുടെ നേതാവ് കൂടെ പോയി. അപ്പോൾ അദ്ദേഹം കുറേ മുട്ടായി കൂടി കൊണ്ടുപോയിരുന്നു. വളരെ മനോഹരം. കുട്ടികൾക്ക് മുട്ടായി കൊണ്ടുപോയത് വെൽ ആൻഡ് ഗുഡ്, ബിഗ് സല്യൂട്ട്. പക്ഷേ അതവിടെ കൊണ്ടു ചെന്നപ്പോൾ പെട്ടെന്ന് മന്ത്രി വരുന്നു എന്നറിഞ്ഞത് കൊണ്ട് അദ്ദേഹം മുട്ടായി എല്ലാ കുട്ടികളും ടേബിളിൽ ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് വിഷയം. ഇതിൽ 2 അപകടം വി മുരളീധരന് പറ്റിയിട്ടുണ്ട്. അത് രണ്ടും വി മുരളീധരൻ ശ്രദ്ധിക്കണമായിരുന്നു. ഒന്ന്, താങ്കൾ MLA ആണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, ഒരു പാർട്ടിയുടെ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ്, വലിയ നേതാവാണ്. താങ്കൾ കയ്യിൽ മുട്ടായി കൊടുത്താൽ കുട്ടികൾക്ക് കിട്ടുന്നത് വേറൊരു ഫീലാണ്. താങ്കൾക്ക് വേണമെങ്കിൽ ഓരോ മേശയുടെയും ആദ്യം ഇരിക്കുന്ന കുട്ടിയുടെ കയ്യിൽ കുറേ മുട്ടായി അങ്ങ് കയ്യിലോട്ട് വെച്ച് കൊടുത്തിട്ട് മക്കളെ ഇത് കൊടുക്കൂ എല്ലായിടത്തും എന്ന് പറഞ്ഞെങ്കിൽ അവർ കൊടുക്കുമായിരുന്നു. ഏതെങ്കിലും ലീഡർ എന്ന് പറഞ്ഞ് 2 പേരെ ഇങ്ങോട്ട് വിളിച്ച് 2 പാക്കറ്റ് മുട്ടായി അവരെ കയ്യിലോട്ട് കൊടുത്തെങ്കിൽ അവർ നന്നായി അത് സർക്കുലേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷേ താങ്കൾ ഒരു ജാതിയിൽപ്പെട്ട ആളും അപ്പുറത്തിരിക്കുന്ന കുട്ടികൾ ട്രൈബൽ വിഭാഗം കുട്ടികളുമാകുമ്പോൾ സ്വാഭാവികമായും സമൂഹത്തിൻ്റെ കണ്ണങ്ങോട്ട് തിരിയും. മുരളീധരൻ കുട്ടികളെ അടുത്ത് നിർത്തുന്നുണ്ടോ, ചേർത്ത് നിർത്തുന്നുണ്ടോ, FB എടുക്കുന്നുണ്ടോ, അവർ കൈ കൊടുക്കുന്നുണ്ടോ, കൊച്ചുകുട്ടികളായതുകൊണ്ട് അവരെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ, ഇതെല്ലാം സമൂഹം ശ്രദ്ധിക്കും. ശ്രദ്ധിക്കരുതെന്ന് പറയരുത് സമൂഹത്തിനോട്. ശ്രദ്ധിക്കുമ്പോൾ താങ്കളുടെ ഇന്നലത്തെ പ്രവർത്തനം കയ്യടി കിട്ടേണ്ടതിന് പകരം കൽമുള്ളാണ് കിട്ടിയത്. അത് കയ്യടിയായിട്ട് മാറ്റാമായിരുന്നു താങ്കൾക്ക്. അതുകൊണ്ട് തന്നെ ഇനി താങ്കൾക്ക് ചെയ്യാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, താങ്കൾ കൃത്യമായി ഒരു പരിപാടി വച്ച് തന്നെ അവിടെ പോകണം, കുട്ടികളുമായി ചെലവഴിക്കണം. കാരണം ഈ വാർത്തകൾ ഇങ്ങനെ വിവാദമായപ്പോൾ അറിഞ്ഞോ അറിയാതെയോ കുഞ്ഞുമക്കളുടെ മനസ്സിൽ ആ ചിന്ത കയറും. ഞങ്ങൾ ട്രൈബൽ ആളുകളായതുകൊണ്ടാണോ? അവിടെയാണ് എൻ്റെ വിഷയം. അല്ലാതെ ദേശാഭിമാനി എന്ത് പറഞ്ഞു, കൈരളി എന്ത് പറഞ്ഞു, മറ്റ് ചാനലുകൾ എന്ത് പറഞ്ഞു, റിപ്പോർട്ടർ TV എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ 24 എന്ത് പറഞ്ഞു, അതൊന്നും നമ്മളെ വിഷയമല്ല. അല്ലെങ്കിൽ ശിവൻകുട്ടി എന്ത് പോസ്റ്റ് ഇട്ടു, അതൊന്നും അല്ല എൻ്റെ വിഷയം. ഞാൻ പറയുന്ന വിഷയം ഇതാണ്. അവിടുത്തെ ഇതാരും നോക്കാതെ പോയെങ്കിൽ അതങ്ങ് പോകുമായിരുന്നു. പക്ഷേ വിവാദമായ സാഹചര്യത്തിൽ, തർക്കങ്ങൾ വന്ന സാഹചര്യത്തിൽ അത് വി മുരളീധരൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ മാത്രം അത് നിൽക്കുകയില്ല. അത് വളരെ കൃത്യമായി അവിടെ സ്കൂളിൽ ഒന്നുകൂടി പോകണം. കുറേ ലഡു വാങ്ങിച്ചുകൊണ്ട് പോയാലും സാരമില്ല, വാങ്ങിക്കൊണ്ട് MLA ഒക്കെ ആണല്ലോ, ലഡു വാങ്ങിക്കൊണ്ട് പോവുക, അല്ലെങ്കിൽ പുസ്തകമോ അല്ലെങ്കിൽ അവർക്ക് വസ്ത്രമോ എന്താണോ ആ സ്കൂളിന് ഡിമാൻഡ് അത് MLA അത് നിവർത്തിക്കണം. അങ്ങനെ മാത്രമേ ഇതിനൊരു പ്രായശ്ചിത്തം പോലെ വരികയുള്ളൂ. അല്ലാതെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് കൊണ്ട് തന്നെ ഇതിനകത്ത് പോവുകയില്ല. കാരണം കുട്ടികളുടെ മനസ്സിൽ നമ്മുടെ MLA മറ്റൊരു ജാതിയിൽപ്പെട്ട ആളായതുകൊണ്ടാണോ, ഞങ്ങൾ ട്രൈബൽ വിഭാഗത്തിൽപ്പെട്ടവരായതുകൊണ്ടാണോ മുട്ടായി ഇങ്ങനെ ഇട്ടത്, ഞങ്ങളുടെ കയ്യിൽ തന്നില്ലല്ലോ എന്നൊരു തോന്നലുണ്ടാകും.
അത് തിരിച്ചും നമുക്ക് തോന്നും. എത്ര തിരക്കായാലും MLA കയ്യിൽ നിന്ന് മുട്ടായി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം ബെഞ്ചിലിട്ട് ഡെസ്കിലിട്ട് ആ മുട്ടായി എടുക്കുമ്പോൾ കിട്ടുകയില്ല. അത് കൃത്യമായി മുരളീധരന് ഒരു അബദ്ധം പറ്റിയതാണ്. അല്ലെങ്കിൽ തിരക്ക് പിടിച്ചപ്പോൾ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. പർപ്പസായിട്ട് അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുട്ടായി വാങ്ങിച്ചുകൊണ്ട് പോകില്ലല്ലോ. മുട്ടായി വാങ്ങിച്ചുകൊണ്ട് പോയി ഡെസ്കിൻ്റെ പുറത്തിട്ട് പിള്ളേർക്ക് കൊടുക്കാമെന്നൊരു ഇൻറ്റൻഷനോടുകൂടി ഒരു MLA വാങ്ങിച്ചുകൊണ്ട് പോകില്ല. അപ്പോൾ വാങ്ങിച്ചുകൊണ്ട് പോയത് നല്ല ഇൻറ്റൻഷനിലാണ്, കുട്ടികൾക്ക് കൊടുക്കുക എന്നുള്ള ഇൻറ്റൻഷനിലാണ്, കയ്യിൽ തന്നെയായിരിക്കും കൊടുക്കാൻ പോകുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ അദ്ദേഹത്തെ കൊണ്ട് സമ്മർദ്ദത്തിലേക്ക് ചെയ്യിച്ചു എന്ന് അദ്ദേഹം വിശദീകരിച്ചപ്പോൾ അത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം. അദ്ദേഹം വിശദീകരിച്ചല്ലോ. ഒരാൾ വന്ന് വിശദീകരിക്കുമ്പോൾ പിന്നെ അതിനകത്ത് കയറി തോണ്ടരുത് നമ്മൾ. അദ്ദേഹം പറഞ്ഞു, ഞാൻ സതുദ്ദേശപരമായിട്ടാണ് ചെയ്തത്. ഡെസ്കിൻ്റെ പുറത്ത് കൂട്ടമായിട്ടാണ് ഇട്ടത്. ഓരോ കുട്ടിക്ക് മുട്ടായി ഇടുകയല്ല ചെയ്തത്, കൂട്ടമായി 4-5 ഡെസ്കിൻ്റെ പുറത്തിട്ടു. അത് കുട്ടികൾ അവരെടുക്കുകയാണ് ചെയ്തത് എന്ന് അദ്ദേഹം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ട്രൈബൽ സ്കൂളിൽ ഒന്നുകൂടെ പോവുകയും, ഞാനും ആ സ്കൂളിൽ പോയിട്ടുണ്ട്. നല്ല സ്കൂളാണ്, മനോഹരമായ സ്കൂളാണ്. അവിടെ പോയി കൃത്യമായി ഇതിനകത്ത് ഒരു എന്താ പറയുക, വേറൊരു തരത്തിലുള്ള കുട്ടികളോട് ഒരു നീതി പുലർത്തണം. ബാക്കിയുള്ളവരെ എല്ലാം അവിടെ നിൽക്കട്ടെ. വിവാദമുണ്ടാക്കുന്നവരും തർക്കമുണ്ടാക്കുന്നവരും ഇതിൽ ജാതി കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരും മതത്തിൻ്റെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരും ദളിത് വിഭാഗത്തെ ഇതിനെതിരെ ഇളക്കി വിടുന്നവരോട് അവരോടെല്ലാം അവിടെ നിൽക്കട്ടെ. അവരോടെല്ലാം ലാൽ സലാം ടാറ്റ പറയുക. കുട്ടികളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത, ഇവിടെ ഒരു MLA വന്നു, അദ്ദേഹം നമ്മുടെ സമുദായത്തിലോ പെട്ട ഒരാളല്ല, അതേസമയം നമ്മുടെ മതത്തിൽ ഹിന്ദു മതത്തിൽപ്പെട്ടവരാണല്ലോ ട്രൈബൽ വിദ്യാർത്ഥികൾ. അപ്പോൾ നമ്മുടെ മതത്തിൽപ്പെട്ട ഒരാൾ അല്ലെങ്കിൽ നമ്മുടെ വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വന്ന് നമുക്ക് മുട്ടായി എറിഞ്ഞു തന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകരുത്. ഇനി എറിഞ്ഞല്ല കൊടുത്തതെങ്കിലും എറിഞ്ഞു കൊടുത്തുവെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത കുട്ടികളുടെ മനസ്സിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കുഞ്ഞു മനസ്സുകളെ വേദനിപ്പിക്കും. അവരെ വേദനിപ്പിക്കരുത്. കുഞ്ഞു മനസ്സുകളെ വേദനിപ്പിക്കുന്ന കാരണം ഇങ്ങനെയൊക്കെയാണ് നാട്ടിൽ ജാതിയും മതവും ഈ പറയുന്ന വൈരാഗ്യവും ശത്രുതയും തീവ്രവാദവും ഒക്കെ വളർന്നു വരുന്നതിന്, വ്യവസ്ഥിതിയോട് എതിർപ്പ് വരുന്നത് ഇങ്ങനെയുള്ള ചിന്തകളിൽ കൂടെ ആണ്. ഡോക്ടർ കുഞ്ഞാമനൊക്കെ പറഞ്ഞതുപോലെ ഇത്തരത്തിലുള്ള ചിന്തകൾ വരുന്നത് ഈ പറയുന്ന പ്രശ്നങ്ങളിലൂടെയാണ്. അത് ഇന്ത്യ പോലുള്ളൊരു രാജ്യത്ത് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇവിടെ നാനാത്വത്തിലെ ഏകത്വവും ഇവിടെ നവോത്ഥാനവും അതുപോലെ തന്നെ എല്ലാവരെയും അംഗീകരിക്കുന്ന വലിയ സമൂഹമാണ് ഇന്ത്യൻ സനാതനധർമ്മവും ഇന്ത്യൻ ഹിന്ദുധർമ്മവും ഒക്കെ. വ്യക്തികളായിട്ട് അതിനകത്ത് വെള്ളം ചേർക്കരുത്. അതുകൊണ്ട് തന്നെ കൃത്യമായി വി മുരളീധരൻ ഒന്നുകൂടി ആ സ്കൂളിൽ പോയി കുട്ടികളെ കാണുകയും അവരുമായി സമയം ചെലവഴിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. വളരെ താമസിച്ചും പോകരുത്.